ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങളോട് അഭിനന്ദനങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണെന്നല്ലേ, ഇങ്ങനെയൊരു വീഡിയോ കാണാൻ നിങ്ങൾ തയ്യാറായി എന്നതിന് തന്നെയാണ്. അതിനായി നിങ്ങളുടെ മനസ്സ് പാകപ്പെട്ടു എന്നതിന് തന്നെയാണ് എൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ ഞാൻ അറിയിച്ചത്. നിങ്ങൾ ഒരു സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ, നിങ്ങൾ ജയിക്കാൻ, ആ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണാൻ ഇന്ന് നിന്നത്. അതിനുവേണ്ടി ഇപ്പോൾ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കാത്ത ആൾക്കാരായിട്ട് ആരുമില്ല. ഒരുപാട് പരിശ്രമിക്കുന്നവരുണ്ട്. പരിശ്രമം നല്ല രീതിയിൽ സ്വപ്നങ്ങളിലേക്ക്, യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തുന്നവരുണ്ട്. എന്നാൽ പരാജയപ്പെടുന്നവരുമുണ്ട്. ആ പരാജയങ്ങളിൽ ചവിട്ടി പിന്നീട് ജയിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് മുന്നിലുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ എഫക്റ്റീവായി പഠിക്കാം എന്നതാണ് നമുക്കിന്ന് നോക്കുന്നത്. സ്റ്റഡി ടിപ്സാണ്. ആദ്യം എന്തൊക്കെയാണ് തടസ്സങ്ങളെന്ന് നമ്മൾ അറിയണം. നമുക്ക് മുന്നിലെത്തുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനാണ് നമ്മൾ ആദ്യം കുറേ കൂടി സമയം കൊടുക്കേണ്ടതും അവിടെയാണ്. എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്ന് മനസ്സിലാക്കുക. തടസ്സങ്ങൾ ചിലപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ മൊബൈലായിരിക്കും നമ്മുടെ തടസ്സം, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുമായിരിക്കും. അതൊക്കെ നമ്മൾ എന്തൊക്കെയാണ് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ എന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. പലരും അതിരാവിലെ എഴുന്നേൽക്കാൻ നോക്കും. ചിലപ്പോൾ അത് പറ്റാതാവും. രാവിലെ എഴുന്നേൽക്കാൻ അലാറം വെച്ച് 4 മണിക്ക് വെക്കുന്നവർ 5 മണി വെക്കും, പിന്നീട് 6 മണിയാവും, പിന്നീട് 7 മണിയാവും. അങ്ങനെ പോകുന്ന പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. ചിലപ്പം ഇതായിരിക്കും അവരുടെ തടസ്സം. രാവിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈം നമ്മൾ ഒരു ആഗ്രഹത്തിന് വേണ്ടി മെനക്കെടാൻ വിചാരിച്ച ആ ടൈം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരു തടസ്സം. മറ്റു ചിലർക്ക് ഫോൺ അഡിക്ഷൻ ആവാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റ, യൂട്യൂബ് തുടങ്ങി ഒരുപാട് സോഷ്യൽ മീഡിയകളാണ് ഇന്നുള്ളത്. ഇതൊക്കെ ഒരു അഡിക്ഷനായിട്ട് മറ്റു ചിലർക്ക് മാറാറുണ്ട്. ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഇത് നമുക്ക് അഡിക്ഷനായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിന് മാത്രമാണോ ഞാനത് ഉപയോഗിക്കുന്നത് എന്ന് സ്വയം വിലയിരുത്തണം. പലരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലും ഫോൺ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്നത്, ഉറങ്ങാൻ വേണ്ടി പോലും നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ടി വി കണ്ട് ടൈം വേസ്റ്റ് ആക്കുന്ന ആൾക്കാരുണ്ട്. ഫോൺ, ടി വി ഇതൊക്കെ കണ്ട്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകളുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മൾ ടൈം വേസ്റ്റ് ആക്കാറുണ്ട്. പഠിക്കാനിരുന്നാൽ മൈൻഡ് ഡൈവേർഷൻ ആവുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനമാണ് വേണ്ടത്. അതിനായി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിക്കാനില്ല, ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനുമില്ല. അതിനായി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ കണ്ട ആ സ്വപ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നതാണ്. അതല്ലെങ്കിൽ മാതാപിതാക്കളെ പറ്റി ആലോചിക്കുക എന്നതാണ്. കൂടെ പഠിച്ചവരുടെ പൊസിഷനെ പറ്റി ചിന്തിക്കുക എന്നതാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്കവിടെ എത്താനുള്ള ചിന്ത വരും. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങളായി മാറണം. ആവശ്യങ്ങൾ പിന്നീട് അത്യാവശ്യമായി മാറണം. അവിടെയാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ എത്തിപ്പിടിക്കാൻ പറ്റുക. അല്ലാണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളായി മാത്രം കണ്ടാൽ നമുക്ക് ഒരിക്കലും ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. ആ ആഗ്രഹങ്ങളെ നമ്മുടെ അത്യാവശ്യങ്ങളിലേക്ക്, ഇന്നത് കിട്ടിയാലേ എനിക്ക് പറ്റൂ എന്ന ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റുക. അത് നമുക്ക് പഠിക്കാനിരിക്കുന്ന കുട്ടികളാണെങ്കിൽ രാവിലെ ടൈം ടേബിൾ തയ്യാറാക്കാൻ നോക്കുക. അന്നന്നത്തെ മാത്രമേ അന്നന്ന് തയ്യാറാക്കാൻ പാടുള്ളൂ. അന്ന് എന്തൊക്കെ നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കിയ ആ ദിവസം നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അന്ന് എത്രത്തോളം ടൈം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അന്ന് എന്നാണോ നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് അന്ന് മാത്രമായിരിക്കണം ടൈം ടേബിൾ തയ്യാറാക്കേണ്ടത്. ഒരുപാട് മുന്നേ നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കിയാൽ ചിലപ്പോൾ അത് നമുക്ക് എഫക്റ്റീവായി വരികയില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, അന്നന്നത്തെ ടൈം ടേബിൾ അന്നന്ന് മാക്സിമം തയ്യാറാക്കാൻ ശ്രമിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ പഠിക്കാനായി കണ്ടെത്തിയ ആ മാസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾ, ആഴ്ചകൾ, അത് പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മൾ കണ്ടെത്തിയത് 1 മാസമാവാം, 2 മാസമാകാം,
അല്ലെങ്കിൽ 3 മാസമാകാം. ഇത്രയും ടൈം നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് ഇത്രയും ദിവസം മാത്രമേ ഉള്ളൂ, ആ ദിവസം ഞാൻ മാക്സിമം ഉപയോഗിക്കും എന്ന് ചിന്തിച്ച് തന്നെ പഠിക്കാനിരിക്കുക. ആ ടൈം മാക്സിമം ഉപയോഗിക്കുക. മറ്റു കാര്യങ്ങൾ, ആ ടൈമിൽ വരുന്ന മറ്റു കാര്യങ്ങൾ, ഉത്സവങ്ങളായാലും കല്യാണങ്ങളായാലും ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് പഠിക്കാൻ വേണ്ടി മാത്രം തയ്യാറാവുക. പഠിക്കാനിരിക്കുമ്പോൾ ഒന്നിച്ച് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അങ്ങനെ ഇരിക്കരുത്. അല്ലെങ്കിൽ 12 മണിക്കൂർ പഠിക്കുന്നു, ഞാൻ 12 മണിക്കൂർ പഠിച്ചിട്ടാണ് ജോലി നേടിയത് എന്ന് പറയുന്നവരൊക്കെ ഒന്നിച്ചിരുന്ന് 12 മണിക്കൂറാക്കിയവരല്ല. ഓരോ 20 മിനിറ്റ് ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ 25 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഇങ്ങനെ ഇടവിട്ട് ബ്രേക്ക് എടുത്ത് തന്നെ പഠിക്കണം. അല്ലാതെ നമുക്ക് ഒന്നിച്ച് 12 മണിക്കൂർ പഠിക്കാനൊന്നും ഒരാൾക്കും പറ്റില്ല. ബ്രേക്ക് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ബ്രേക്ക് എടുത്ത് നമ്മൾ ആ ബ്രേക്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി കൊടുക്കേണ്ടതുണ്ട്. അത്യാവശ്യം ഭക്ഷണമോ വെള്ളമോ ഒക്കെ കഴിക്കേണ്ടതുണ്ട്. അതിന് ബ്രേക്ക് എടുക്കുക തന്നെ വേണം. ഈ ബ്രേക്ക് ടൈം നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയ സ്നാക്സ്, ലൈറ്റായിട്ടുള്ള ജ്യൂസ് അങ്ങനെ കഴിക്കുക. അല്ലാണ്ട് നല്ല ഹെവി ഫുഡ് കഴിക്കരുത്. ഒരിക്കലും ബ്രേക്ക് ടൈമിൽ ഹെവി ഫുഡ് കഴിക്കരുത്. അത് നമ്മുടെ പെട്ടെന്നുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ അതൊരു കാരണമാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹെവി ഫുഡ് ഒഴിവാക്കുക. എനർജി കൂടാനായിട്ട് വിറ്റാമിൻസ് അടങ്ങിയ നട്ട്സ്, ഫ്രൂട്ട്സ്, ജ്യൂസ് ഇങ്ങനെയുള്ളവ കഴിക്കുക. അല്ലാണ്ട് മീൽസ് ഐറ്റംസ്, ഇറച്ചി അങ്ങനെയുള്ള ഐറ്റംസ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള ലൈറ്റ് ഐറ്റംസ് മാത്രം സെലക്ട് ചെയ്യുക. പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് ഓർമ്മ ശക്തി വർദ്ധിക്കുക, അല്ലെങ്കിൽ ബുദ്ധി വർദ്ധിക്കുക. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. ഡെയിലി തേൻ കുടിക്കുക. അത്യാവശ്യം വെള്ളം കുടിക്കുക. ശരീരത്തിന് ആവശ്യമാണ് വെള്ളം. ആ ആവശ്യത്തിനുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. പിന്നെ ബുദ്ധി കൂടാനുള്ള കുറേ മരുന്നുകൾ ഉണ്ടാവുമല്ലോ, ആയുർവേദം, ലേഹ്യം അങ്ങനെയൊക്കെ, അതൊക്കെ കഴിക്കുക. അത് ഈ പഠിക്കാനുള്ള ടൈമിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. മടുപ്പ് വരും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് മടുപ്പ് വരും. അപ്പം പഠിക്കാനിരിക്കുമ്പോഴും നമുക്ക് മടുപ്പ് വരും. മടുപ്പ് വരുമ്പം അവിടെ വെച്ച് പഠിക്കാനുള്ള ബുക്ക് അവിടെ വെച്ച് പിന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വരരുത്. മടുപ്പ് ഒഴിവാക്കാനായിട്ട് നമുക്ക് മോട്ടിവേഷണൽ വീഡിയോ കാണാം, അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കാം. അന്നേരം നമ്മൾ യൂട്യൂബിനെ ആയിരിക്കും മിക്കവാറും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അന്നേരം യൂട്യൂബിൽ മറ്റുള്ള വീഡിയോകൾ നോക്കി ടൈം വേസ്റ്റ് ആക്കരുത്. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, മോട്ടിവേഷണൽ വീഡിയോ ആണെങ്കിൽ അത് മാത്രം നോക്കി സ്വയം മോട്ടിവേറ്റഡ് ആവുക. എപ്പോഴും പഠിക്കാനിരിക്കുന്ന ചുറ്റുപാട് വൃത്തിയായി സൂക്ഷിക്കുക. വൃത്തിയായി അടക്കി ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഫീൽ ചെയ്യുക. അത് നമുക്ക് പഠിക്കാൻ നല്ലതിനാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് എപ്പോഴും നമ്മൾ സ്വയം പഠിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് നമ്മളൊരു ടീച്ചറായി മാറുക എന്നത്. ടീച്ചറായി നമ്മുടെ മുമ്പിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് എന്ന് സങ്കല്പിച്ച് ആ സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ നമ്മൾ പഠിക്കുക. ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെയാണോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ആ രീതിയിൽ നമ്മൾ പഠിക്കാനെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായ ഒരു മെത്തേഡ്. അന്നന്ന് പഠിച്ചത് അന്നന്ന് റിവൈസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. റിവിഷൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നന്ന് പഠിച്ചത് അന്നന്ന് തന്നെ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. അറിയാത്തത് നോട്ട് ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും പഠിക്കുക. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറക്കാതിരിക്കുക. റിവിഷനാണ് നമ്മൾ പഠിച്ചത് നമുക്ക് എഫക്റ്റീവ് ആക്കി തരുന്നത്. നമുക്ക് ആ പഠിച്ചത് നമുക്ക് ഉപയോഗപ്രദമാകുന്നത് എപ്പോഴും റിവിഷൻ ചെയ്തത് മൂലമാണ്. അതുകൊണ്ട് റിവിഷൻ വളരെ അത്യാവശ്യമാണ്. പിന്നെ കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നവർക്കാണ് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പറ്റുക. അതായത് നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ നമ്മളെ ഇന്ന രീതിയിലൊക്കെ ആദരിക്കും എന്നൊക്കെ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ പലർക്കും അങ്ങനെ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടവർക്കാണ് കൂടുതലും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റിയിട്ടുള്ളത്. എല്ലാവരും നന്നായി സ്വപ്നം കാണുക. അതൊരു കുറ്റമല്ല, അതൊരു രോഗവുമല്ല. യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിക്കാനുള്ള മനസ്സിൻ്റെ ഒരു വ്യഗ്രത കൂടിയാണത്. അത് മനസ്സിലാക്കി സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ സ്മാർട്ട് വർക്കും കൂടി ചെയ്യുക. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കൂടുമ്പോൾ മാത്രമേ വിജയം സുനിശ്ചിതമാവുകയുള്ളൂ. അല്ലാണ്ട് ഹാർഡ് വർക്ക് മാത്രം ചെയ്തതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു പരീക്ഷ വിജയിക്കാനോ അല്ലെങ്കിൽ മറ്റു വിജയങ്ങളിലേക്ക് എത്താനോ പറ്റുകയില്ല. സ്മാർട്ട് വർക്കും അതിനൊപ്പം തന്നെ കൊണ്ടുപോവേണ്ട ഒരു കാര്യം കൂടിയാണ്. അതും കൂടി ശ്രദ്ധിക്കുക.
ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്